Welcome to PSC Challenger. Rank Deciding Previous Questions Series 4. മുൻപ് നടന്ന വിവിധ പരീക്ഷകളിൽ നിന്ന് കളക്ട് ചെയ്ത ഏറ്റവും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ ചരിത്രം ഇവയുമായി റിലേറ്റ് ചെയ്ത് മത്സര പരീക്ഷകളിൽ ചോദിച്ച കുറച്ച് വ്യത്യസ്തമായ 25 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സീരീസിലെ ആദ്യ ക്ലാസ്സുകൾ മിസ്സായവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൂടി പഠിക്കുക. വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ ക്വസ്റ്റ്യൻസ് വളരെയധികം യൂസ്ഫുള്ളായി മാറും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം മഗധ സാമ്രാജ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം ഏതാണ്? മഗധ സാമ്രാജ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം ഏതാണ്? മഗധ സാമ്രാജ്യം. നെക്സ്റ്റ്, രണ്ടാമത്തെ പോയിന്റ്. സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. ശാർംഗദേവനാണ്. സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത് ആരാണ്? ശാർംഗദേവനാണ് സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത്. അപ്പോൾ 2 പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ രാജവംശം ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം ഏതാണ്? മഗധ സാമ്രാജ്യം. അതേപോലെ സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത് ആരാണ്? ശാർംഗദേവനാണ്. 3, അതും ഇമ്പോർട്ടൻ്റ് ആണ്. വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ സദസ്സിൽ അംഗമായിരുന്ന കവി അല്ലസാനി പെഡണ്ണ. അല്ലസാനി പെഡണ്ണ ഇമ്പോർട്ടൻ്റ് ആണ്. വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ സദസ്സിൽ അംഗമായിരുന്ന കവി അല്ലസാനി പെഡണ്ണ. എക്സാമിൽ ചോദിച്ച കുറച്ച് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണത്. വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ സദസ്സിൽ അംഗമായിരുന്ന കവി ആരാണ്? അല്ലസാനി പെഡണ്ണ. ദെൻ 4ാമത്തെ പോയിന്റ്. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പാക്കിയ തുഗ്ലക് ഭരണാധികാരി. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പാക്കിയ തുഗ്ലക് ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക് അതും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 5. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ്. ഏത് മുഗൾ ചക്രവർത്തിയുടെ വാക്കുകൾ? നമ്മൾ സാധാരണ കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ചത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതേപോലെയുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ്. 5ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് അഭിപ്രായപ്പെട്ട മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആണ്. ചോദിച്ച ക്വസ്റ്റൻ ആണ്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ്. ഏത് മുഗൾ ചക്രവർത്തിയുടെ വാക്കുകൾ? ആരുടെ വാക്കുകളാണ്? ജഹാംഗീറിന്റെ വാക്കുകളാണ്. ദെൻ 6ാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോണം, കുറച്ച് വ്യത്യസ്തമായ പോയിന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസി കൊണ്ടുവന്ന വിദേശികൾ ബ്രിട്ടീഷുകാരാണ്. ശ്രദ്ധിച്ചോണം, ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസി കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസി കൊണ്ടുവന്നത്. അതും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ 7ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റെഗുലേഷൻ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സതി നിരോധനം. ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയിൽ മറ്റൊരു രീതിയിൽ ഇത് ചോദിച്ചാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റെഗുലേഷൻ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സതി നിരോധനം. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റെഗുലേഷൻ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സതി നിരോധനവുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ 8ാമത്തെ പോയിന്റ്. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് നടപ്പാക്കിയ ഗവർണർ ജനറൽ. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് പാസാക്കിയ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് നടപ്പാക്കിയ ഗവർണർ ജനറൽ ആരാണ്? കാനിങ് പ്രഭു. നെക്സ്റ്റ് 9ാമത്തെ പോയിന്റ്. ദീപാവലി വിളംബരം നടത്തിയതാര്? ഇർവിൻ പ്രഭു. ദീപാവലി വിളംബരം നടത്തിയതാരാണ്? ഇർവിൻ പ്രഭു. ദീപാവലി വിളംബരം നടത്തിയത് ഇർവിൻ പ്രഭു. നെക്സ്റ്റ് 10ാമത്തെ പോയിന്റ്. തേഭാഗ സമരം നടന്നതെവിടെ? ബംഗാൾ. തേഭാഗ സമരം നടന്ന എവിടെയാണ്? ബംഗാൾ. തേഭാഗ സമരം നടന്നത് ബംഗാൾ. 2 ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദീപാവലി വിളംബരം നടത്തിയതാരാണ്? ഇർവിൻ പ്രഭു ആണ്. ദീപാവലി വിളംബരം നടത്തിയത് ഇർവിൻ പ്രഭു. അതേപോലെ തേഭാഗ സമരം നടന്ന എവിടെയാണ്? ബംഗാളിലാണ്. തേഭാഗ സമരം നടന്നത് ബംഗാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11.
ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്ന സന്ധി? ലക്നൗ ഉടമ്പടി. ലക്നൗ സന്ധി 1916 ലക്നൗ സന്ധിയാണ് ഹിന്ദു മുസ്ലിം ഐക്യ ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്ന സന്ധി. ഇന്ത്യ ചരിത്രവുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്ന സന്ധി ഏതാണ്? ലക്നൗ സന്ധിയാണ്. ലക്നൗ സന്ധി. ദെൻ 12ാമത്തെ പോയിന്റ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടമേശ സമ്മേളനങ്ങളിൽ പ്രതിനിധിയായിരുന്ന ഉറുദു കവിയാര്? സാധാരണ ചോദിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടമേശ സമ്മേളനങ്ങളിൽ പ്രതിനിധിയായിരുന്ന ഉറുദു കവി മുഹമ്മദ് ഇക്ബാൽ. രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടമേശ സമ്മേളനങ്ങളിൽ പ്രതിനിധിയായിരുന്ന ഉറുദു കവി ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടമേശ സമ്മേളനങ്ങളിൽ പ്രതിനിധിയായിരുന്ന ഉറുദു കവി. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടതാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്ന സന്ധി ഏതാണ്? ലക്നൗ സന്ധി. ലക്നൗ സന്ധി. അതേപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടമേശ സമ്മേളനങ്ങളിൽ പ്രതിനിധിയായിരുന്ന ഉറുദു കവി ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ. ദെൻ 13ാമത്തെ പോയിന്റ്, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? കുറച്ച് വ്യത്യസ്തമായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അൺഹാപ്പി ഇന്ത്യ ആരുടെ കൃതിയാണ്? ലാലാ ലജ്പത് റായ്. അൺഹാപ്പി ഇന്ത്യ ആരുടെ കൃതിയാണ്? ലാലാ ലജ്പത് റായിയുടെ കൃതിയാണ് അൺഹാപ്പി ഇന്ത്യ. അൺഹാപ്പി ഇന്ത്യ എന്ന കൃതി ആരുടേതാണ്? ലാലാ ലജ്പത് റായ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15, വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം? 1937. ഇമ്പോർട്ടൻ്റ് ആണ്. വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം ഏത് വർഷമാണ്? 1937 വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിക്കുന്നത്. വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം 1937. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജി ആണ്. അത് ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് രാധാകാന്ത് ദേവ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? രാധാകാന്ത് ദേവ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? രാധാകാന്ത് ദേവ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു രാധാകാന്ത് ദേവ്. ദെൻ 18, 18ാമത്തെ ക്വസ്റ്റ്യൻ, ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയത്? അതും കുറച്ച് വെറൈറ്റി ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയത് വാലന്റിയൻ ഷിറോൾ. വാലന്റിയൻ ഷിറോൾ. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയവരാണ് വാലന്റിയൻ ഷിറോൾ. വാലന്റിയൻ ഷിറോൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19, 1922 നടന്ന സാരാബാന്തി സമ്മേളനത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി? 1922 നടന്ന സാരാബാന്തി സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. 1922 നടന്ന സാരാബാന്തി സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായത് എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ. അപ്പോൾ 2 പോയിന്റുകൾ ശ്രദ്ധിക്കുക. 1922 നടന്ന സാരാബാന്തി സമ്മേളനത്തിന് നേതൃത്വം നൽകിയതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതേപോലെ 20ാമത്തെ പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായത് പശ്ചിമ ബംഗാളിലാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21,
സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് IPC 498. കുറച്ച് വെറൈറ്റി ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരായിട്ട് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? IPC 498. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ്. ഒരു ബിൽ പാസ്സാകുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? ഒരു ബിൽ പാസ്സാകുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? 3 തവണ. ഒരു ബിൽ പാസ്സാകുന്നതിന് പാർലമെന്റ് ഓരോ സഭയിൽ എത്ര പ്രാവശ്യം വായിക്കണം? 3 തവണ. ദെൻ 23 ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന ഏത് വർഷമാണ്? 2013 ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 24 ഇന്ത്യൻ ഭരണഘടനയെ ലോയേഴ്സ് പാരഡൈസ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ ഭരണഘടനയെ ലോയേഴ്സ് പാരഡൈസ് എന്ന് വിശേഷിപ്പിച്ചത് സർ ഐവർ ജെന്നിങ്സ് ആണ്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയെ ലോയേഴ്സ് പാരഡൈസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർ ഐവർ ജെന്നിങ്സ്. സർ ഐവർ ജെന്നിങ്സ് ആണ് ഇന്ത്യൻ ഭരണഘടനയെ ലോയേഴ്സ് പാരഡൈസ് എന്ന് വിശേഷിപ്പിച്ചത്. അതേപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ CAG പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 148. CAG പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 148. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 25 ക്വസ്റ്റ്യൻസിൽ കുറേയധികം ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിക്കാണും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിച്ചാൽ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തന്നെ ഇത് പഠിക്കുക. അപ്പോൾ ഇന്ന് ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പൂർണ്ണമായും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്യാണ് വിത്തൗട്ട് ആൻസർ. ആ സമയത്ത് നിങ്ങൾ ആൻസർ ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എല്ലാവർക്കും ആൻസർ കിട്ടി കാണും. മഗധ സാമ്രാജ്യമാണ്. ദെൻ 2 സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചതാര്? സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത് എല്ലാവർക്കും കിട്ടിക്കാണും. ശാർംഗദേവൻ. ദെൻ 3 വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ സദസ്സിൽ അംഗമായിരുന്ന കവി. വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ സദസ്സിൽ അംഗമായിരുന്ന കവി. ആൻസർ കിട്ടിക്കാണും. അല്ലസാടി പെഡണ്ണ. എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ദെൻ 4ാമത്തെ ക്വസ്റ്റ്യൻ കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പാക്കിയ തുഗ്ലക് ഭരണാധികാരി. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പാക്കിയ തുഗ്ലക് ഭരണാധികാരി ആരായിരുന്നു? ഫിറോസ് ഷാ തുഗ്ലക്. ദെൻ 5 കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ട മുഗൾ ചക്രവർത്തി. ഈസി ക്വസ്റ്റൻ ആണ്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? ജഹാംഗീർ. ദെൻ ക്വസ്റ്റൻ നമ്പർ 6 ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസി കൊണ്ടുവന്ന വിദേശികൾ. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസി കൊണ്ടുവന്ന വിദേശികൾ ആരായിരുന്നു? ബ്രിട്ടീഷുകാർ. ദെൻ ക്വസ്റ്റൻ നമ്പർ 7 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റെഗുലേഷൻ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റെഗുലേഷൻ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എല്ലാവർക്കും ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. സതി നിരോധനം. ദെൻ 8ാമത്തെ ക്വസ്റ്റ്യൻ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് നടപ്പാക്കിയ ഗവർണർ ജനറൽ. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് നടപ്പാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. കാനിങ് പ്രഭു. ദെൻ 9 ദീപാവലി വിളംബരം നടത്തിയത് ആര്? ദീപാവലി വിളംബരം നടത്തിയത് ആര്? ഇർവിൻ പ്രഭു. എല്ലാവർക്കും ആൻസർ ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. ദീപാവലി വിളംബരം നടത്തിയ ആരാണ്? ഇർവിൻ പ്രഭു. ദെൻ 10 തേഭാഗ സമരം നടന്നത് എവിടെയാണ്? തേഭാഗ സമരം എല്ലാവർക്കും ആൻസർ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. തേഭാഗ സമരം എവിടെയായിരുന്നു? ബംഗാൾ. ദെൻ 11 ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്ന സന്ധി ഏത്? ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്ന സന്ധി ഏതായിരുന്നു? ലക്നൗ സന്ധി. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്ന സന്ധി ഏതായിരുന്നു? ലക്നൗ സന്ധി. ദെൻ 12 രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടമേശ സമ്മേളനങ്ങളിൽ പ്രതിനിധിയായിരുന്ന ഉറുദു കവി. രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടമേശ സമ്മേളനങ്ങളിൽ പ്രതിനിധിയായിരുന്ന ഉറുദു കവി ആരായിരുന്നു? മുഹമ്മദ് ഇക്ബാൽ.
ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. എല്ലാവർക്കും ആൻസർ കിട്ടിക്കാണും. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14 അൺഹാപ്പി ഇന്ത്യ ആരുടെ കൃതിയാണ്? അൺഹാപ്പി ഇന്ത്യ ഈസി ക്വസ്റ്റ്യൻ ആണ്, ലാല ലജ്പത് റായ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15 വാർധാ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം? വാർധാ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം 1937. 16ാമത്തെ ക്വസ്റ്റ്യൻ ഈസിയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ഭരണത്തിന്റെ അടിത്തറയിളക്കി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? ഗാന്ധിജി. ദെൻ 17 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? രാധാകാന്ത് ദേബ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? രാധാകാന്ത് ദേബ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18 ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയത്? ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയത് ആരായിരുന്നു? വാലന്റിയൻ ഷിറോൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19 1922 നടന്ന സാരാഭാന്തി സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്? 1922 നടന്ന സാരാഭാന്തി സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സംസ്ഥാനം ഏതായിരുന്നു? പശ്ചിമ ബംഗാൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21 സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിക്കുന്ന വകുപ്പ്? IPC 498. ദെൻ 22 ഒരു ബിൽ പാസ്സാകുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? 3 തവണ. ഒരു ബിൽ പാസ്സാകുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിൽ എത്ര തവണ വായിക്കണം? 3 തവണ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23 ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് ഏത് വർഷം? 2013. ഭക്ഷ്യസുരക്ഷാ നിയമം ഏത് വർഷമാണ്? 2013 നിലവിൽ വന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 24 ഇന്ത്യൻ ഭരണഘടനയെ ലോയേഴ്സ് പാരഡൈസ് എന്ന് വിശേഷിപ്പിച്ചത് സർ ഐവർ ജെന്നിങ്സ് ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയെ ലോയേഴ്സ് പാരഡൈസ് എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? സർ ഐവർ ജെന്നിങ്സ്. ദെൻ 25 CAG പൊതുഖജനാവിന്റെ കാവൽക്കാരനാകുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം? ഏതായിരുന്നു? ആർട്ടിക്കിൾ 148 148. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് എഴുതി തന്നെ പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇനിയും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ആ ഒരു പ്രാധാന്യം ഈ ക്വസ്റ്റ്യൻസിന് കൊടുക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.